Okay, good morning. Once again, welcome to DXN MHMS. DXN കമ്പനിയുടെ ഫൗണ്ടറും സിഇഒയുമായിട്ടുള്ള ദാത്തോ ഡോക്ടർ ലിംസ്യോജിനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യവും സമ്പത്തും സന്തോഷവുമാണ് യഥാർത്ഥത്തില് ആ ആളുടെ വിഷൻ. ആ ഒരു ദർശനം വെച്ചുകൊണ്ടാണ് 1993 മലേഷ്യയില് ഈ DXN കമ്പനി സ്ഥാപിതമാകും. അവിടെ നിന്നുകൊണ്ട് DXN കമ്പനി വളർന്ന് ഇപ്പോ ലോകം മുഴുവനും ആയിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആ കമ്പനിയുടെ സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട്, 93 എന്ന് പറയുമ്പോഴേക്കും 30 വർഷക്കാലമായി. 30 വർഷക്കാലമായിട്ട് കമ്പനി ഓരോ വർഷം ചെല്ലും തോറും അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഇപ്പൊ നമുക്ക് 5ഓളം ഫാക്ടറികളാണ് DXN കമ്പനിയുടെ ഉള്ളത്. 5ഓളം ഫാക്ടറി ഉള്ള ഒരു കമ്പനി, വേറൊരു കമ്പനി, പ്രത്യേകിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ആരുമില്ല. DXN കമ്പനി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ ഫാമുകളും അതുപോലെ തന്നെ ഫാക്ടറികളും. ഇപ്പൊ കമ്പനിയുടെ സ്റ്റാബിലിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, ലോകത്തിലെ പല ഭാഗങ്ങളിലും കമ്പനിക്ക് ഫാക്ടറികളായി കഴിഞ്ഞു. അതിപ്പോ യൂറോപ്പിലാണെങ്കിലും ഗൾഫ് കൺട്രീസിലാണെങ്കിലും. അപ്പൊ അതിന്റെ സ്റ്റാബിലിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പ്രൊഡക്റ്റ് സുപ്പീരിയോറിറ്റി. പ്രൊഡക്റ്റിന്റെ കാര്യത്തില് ഇന്ന് ലോകത്തെ ഏറ്റവും കുറവ് വിലയ്ക്ക് ഗാനോഡർമ ഉൽപ്പന്നങ്ങളും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് DXN കമ്പനിയാണ്. മറ്റ് പല രാജ്യങ്ങളിലെയും പല കമ്പനികളുടെയും ഒക്കെ ഗാനോഡർമ ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇരട്ടി വിലയോ അല്ലെങ്കിൽ 3 ഇരട്ടി വിലയോ ആണ്. അപ്പോൾ അതില് ഏറ്റവും കുറവ് വിലയ്ക്ക് ഗാനോഡർമ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ് DXN. അതില് ഏറ്റവും കുറവ് വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ, DXN ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഒരു വലിയൊരു കാര്യം, സന്തോഷകരമായ കാര്യം. രണ്ടാമത്തേത്, ഈ പ്രൊഡക്റ്റ് സുപ്പീരിയോറിറ്റി പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ലോകത്ത് ഓർഗാനിക് ഫാമിംഗ് നടത്തി ഇത്രത്തോളം ഗാനോഡർമയ്ക്ക് എഫിക്കസി ഉണ്ടെന്ന് തെളിയിച്ച ഒരു പ്രൊഡക്റ്റാണ് DXN കമ്പനിയുടെ പ്രൊഡക്റ്റ്. സാധാരണ ഗാനോഡർമകൾക്കൊന്നും ഉൽപ്പന്നങ്ങൾക്കൊന്നും തന്നെ DXN ഗാനോഡർമയുടെ അത്രയും പവർഫുൾ അല്ല. അതിന്റെ കാരണം, ഈ ഗാനോഡർമയുടെ ഉൽപാദനം ഡോക്ടർ ലിംസ്യോജിൻ തന്നെ പ്രത്യേകതരം കണ്ടുപിടുത്തമാണ്. കാരണം അതിന്റെ 6 സ്പീഷ്യസ്, 6 വർഗ്ഗങ്ങളിൽപ്പെട്ട ഗാനോഡർമയുടെ കൃഷി ചെയ്ത് അതിന്റെ സത്തയാണ് അല്ലെങ്കിൽ അതിന്റെ പൗഡറാണ് DXN കമ്പനി, മഷ്റൂം പൗഡറാണ് DXN കമ്പനി മാർക്കറ്റിൽ ഇറക്കിയത്. മാത്രമല്ല, ഈ ഗാനോഡർമയിലെ പ്രധാനപ്പെട്ട റീഷി ഗാനോ എന്ന് പറയുന്ന ആ മഷ്റൂമിനോടൊപ്പം തന്നെ അതിന്റെ 14 മുതൽ 21 ദിവസം വരെ പ്രായമാകുമ്പോൾ ആ കൂണിന്റെ മൈസീലിയം പാർട്ടിൽ നിന്ന് വരുന്ന GL എന്ന് പറയുന്നത് DXN കമ്പനിക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പ്രൊഡക്റ്റ് സുപ്പീരിയോറിറ്റി നോക്കുമ്പോൾ ആർക്കും നമ്മളെ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. GL എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗാനോസീലിയം എന്ന് പറയുന്ന കൂണിന്റെ വേരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രോസസ് ചെയ്തെടുക്കുന്ന ആ ഒരു സത്ത, ആ ഒരു ഔഷധ ഗുണമുള്ള ഭക്ഷണം മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാനില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഗൾഫ് കൺട്രീസിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം UAE പാലസിലെ, ദുബായ് പാലസിലെ ഹംദാൻ രാജകുമാരൻ നമ്മുടെ കോഫിയുടെ ഒരു കൺസ്യൂമറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം നമ്മുടെ കൺസ്യൂമറാണ്. ആ കൊട്ടാരത്തിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ DXN കമ്പനിയുടെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ആ രാജ്യത്തിലെ കൊട്ടാരത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, ഇതിന്റെ പ്രൊഡക്റ്റ് സുപ്പീരിയോറിറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ജനറസ് മാർക്കറ്റിംഗ് പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ കഴിവുള്ളവനാണോ കഴിവില്ലാത്തവനാണോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എല്ലാവർക്കും തുല്യമായ ഒരു അവസരം കൊടുക്കുകയും ഏത് കഴിവുള്ള ആൾക്കും കഴിവില്ലാത്ത ആൾക്കും വളർന്നു വരാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് DXN കമ്പനിയുടേത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് DXN കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് ഗ്ലോബൽ നെറ്റ്വർക്ക്. ലോകത്ത് ഗ്ലോബൽ നെറ്റ്വർക്കുള്ള ഒരു MLM കമ്പനി ഉണ്ടെങ്കിൽ അത് DXN മാത്രമാണ്. ബാക്കിയുള്ള കമ്പനികൾക്കൊക്കെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഉണ്ട് എങ്കിലും അവിടെ ഈ പറയുന്ന ഇൻകം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഉദാഹരണത്തിന്, ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട്
അമേരിക്കയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ ചെയ്താൽ തന്നെ എനിക്ക് അതിൽ നിന്ന് വരുമാനം നേരിട്ട് കിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളാണ് മറ്റ് കമ്പനികൾക്കുള്ളതെങ്കിൽ DXN ഇറ്റ്സ് എ വണ്ടർഫുൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. ഇതാണ് DXന്റെ ഒരു രത്ന ചുരുക്കം. ഇവിടെ ഈ ഹെൽത്തിനെ കുറിച്ച് ഇപ്പൊ നമ്മളെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഇത് 3 കാര്യങ്ങളാണ് നമ്മുടെ വിഷൻ DXN കമ്പനിയുടെ. അപ്പൊ ഞാൻ ഹെൽത്തിനെ കുറിച്ച് ഒരു വിശകലനം നടത്താൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട്. അതിൽ വളരെ നമുക്കറിയേണ്ട വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഹെൽത്തിനെ കുറിച്ചൊക്കെ വലിയ ഡെഫിനിഷനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ഡെഫിനിഷനിൽ അവര് കവർ ചെയ്യുന്ന 3 ഡയമെൻഷൻസ് ഉണ്ട്. അതില് 3 ഡയമെൻഷൻസ് പ്രധാനമായിട്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ DXNers, അതായത് DXNൽ വിശ്വസിക്കുന്ന ആൾക്കാർ, DXN കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്പിരിച്വല് ആൻഡ് ഫിനാൻഷ്യൽ ഒരു ഡയമെൻഷനും കൂടി നമ്മൾ കാണുന്നു. അതായത് ഈ WHO പറയുന്നത് ഒരാള് ഫിസിക്കലി, ശാരീരികമായിട്ടും, മെന്റലി, മാനസികമായിട്ടും, സോഷ്യലി, സാമൂഹ്യപരമായിട്ടും അയാള് ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ സ്പിരിച്വലും ആഡ് ചെയ്യുന്നു, അതിന്റെ കൂടെ നമ്മൾ ഫിനാൻഷ്യലും കൂടി ആഡ് ചെയ്യുന്നു. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ആയാൽ മാത്രമാണ് ഒരാൾ ഹെൽത്തി ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതെന്തുകൊണ്ടാണ് ഹെൽത്ത് ആസ്പെക്റ്റില് നമ്മൾ കുറെ കൂടി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എയർ, നമ്മളിപ്പോ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എയർ, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം പലതരത്തിലുള്ള വിഷാംശങ്ങൾ കൊണ്ട് നിറഞ്ഞതായി മാറിയതിന്റെ തെളിവ് നമുക്ക് പത്രങ്ങളിലൂടെയും ഹോസ്പിറ്റലുകളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ നമ്മുടെ എയർ, നമ്മുടെ വാട്ടർ, നമ്മുടെ ഫുഡ്, ഇതെല്ലാം പല പല മേഖലകളിലും വളരെ മോശമായതിന്റെ ഫലമായിട്ട് ഒരുപാട് അസുഖങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വളരെ താഴ്ന്ന നിലവാരത്തിലാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ ജനങ്ങളുടേത്, വളരെ താഴ്ന്ന നിലവാരത്തിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊരു കൊറോണ, ഒരു ജലദോഷപ്പനി വന്നപ്പോൾ ആളുകൾ മരിച്ചുപോയത്. അതിന്റെ മുമ്പിൽ നമ്മൾ പഞ്ചപുച്ഛം മുടക്കി വായും കെട്ടി കൈയും കെട്ടി നമ്മളെല്ലാവരും വീട്ടിൽ കയറി മാസങ്ങളോളം ഇരുന്നു. അതുവഴി ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ നമുക്കുണ്ടായ ആരോഗ്യപരമായ നഷ്ടങ്ങളും ഒക്കെ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർ, വാട്ടർ, ഫുഡ് എന്ന് പറയുന്നത് വളരെ മോശമായ അവസ്ഥയിലാണ്. അത് വളരെ എന്താ പറയുന്നത്, ഭീതിജനകമായ ഒരു വാർത്തയാണ്. ഇത് ന്യൂയോർക്കിൽ നടന്ന ഒരു വാർത്ത സ്റ്റഡിയാണ്. അതിന്റെ വാർത്ത വന്നാണ്. 1 ലിറ്റർ കുപ്പിവെള്ളത്തിൽ 2.4 ലക്ഷം പ്ലാസ്റ്റിക് കണങ്ങളുണ്ട്. ഈ നാനോ പ്ലാസ്റ്റിക് കണങ്ങൾ എന്ന് പറയാനും. ഇത് ന്യൂയോർക്കിലുള്ള വലിയ കമ്പനികളുടെ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്ന വെള്ളത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്ത്യയിലെ വെള്ളത്തിന്റെ കാര്യമല്ല. ഇന്ത്യയിലെ വെള്ളത്തിന്റെ കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ, അത് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞന്റെ തല പൊട്ടിത്തെറിക്കും. അതേപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ടാവും ചിലപ്പോൾ പ്ലാസ്റ്റിക് കണങ്ങൾ. പ്ലാസ്റ്റിക് കണ മാത്രമേ ചിലപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏതായാലും 1 ലിറ്റർ കുപ്പിവെള്ളത്തിൽ 2.4 ലക്ഷം പ്ലാസ്റ്റിക് കണങ്ങൾ ന്യൂയോർക്കിലെ കുപ്പിയിലെ വെള്ളത്തിലുണ്ടെങ്കിൽ ഇന്ത്യയിലെ കുപ്പിയിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് പരിശോധനയിലൂടെ കണ്ടെത്താൻ പറ്റും. പടർന്ന് പന്തലിക്കുന്ന വൃക്കരോഗവും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറും അയഡിൻ ചേർത്ത പാക്കറ്റ് പൊടിയുപ്പ് സമൂഹത്തെ വൻതോതിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് പഠന റിപ്പോർട്ട്. ഉപ്പിൽ കൊടിയ വിഷം എന്നാണ് പരിശോധന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തില് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്. ഉപ്പില്ലാത്തൊരു സംഭവമില്ല. കറിയിൽ ഉപ്പിടുന്നു, ചോറിൽ ഉപ്പിടുന്നു, കഞ്ഞിയിൽ ഉപ്പിടുന്നു. ഉപ്പിടാത്ത ഏതാണ് ഒരു ആഹാര പദാർത്ഥമുള്ള എല്ലാത്തിലും ഉപ്പിടുന്നു. ആ ഉപ്പിൽ കൊടിയ വിഷമാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിനെ വളരെയധികം ദോഷകരമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ വിഷമായി എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചിന്തിക്കാവുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് വന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിൽ പ്രമേഹ രോഗികളുടെ വർധന 150% കണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. പ്രമേഹ രോഗികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലും തോറും അതിങ്ങനെ വളരെ വലിയ ഭീഷണിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആൾക്ക് പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു 15 വർഷത്തിനുള്ളിൽ അയാൾ വലിയ മാരക രോഗിയായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് അയാളുടെ ഫുഡും അയാളുടെ ജീവിത രീതിയും പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മരുന്ന് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് സൈഡ് എഫക്ട്സും എല്ലാം കൂടി കൂട്ടി ഒരു മനുഷ്യനെ 15 വർഷം കൊണ്ട് വലിയ രോഗിയാക്കുകയും ആ വലിയ രോഗി പിന്നീട് അയാൾ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു വലിയ ദയനീയമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും അധികം മരുന്ന് കഴിക്കുന്നത് കേരളത്തിലാണ്.
കേരളത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നത്. നമ്മൾ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇതുകൊണ്ടാണ് മരുന്ന് കഴിക്കുന്നത്. ഒരു ലോകത്തിന്റെ ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടെ എത്ര കണ്ട് ഹോസ്പിറ്റലുകൾ കുറഞ്ഞിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. എത്ര കണ്ട് രോഗികൾ കുറഞ്ഞിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അല്ലാതെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ക്യാൻസർ ഹോസ്പിറ്റലുകൾ പണിതെന്നോ അല്ലെങ്കിൽ 100 നിലയുള്ള ഹോസ്പിറ്റലുകൾ വാർഡ് തലത്തിൽ വന്നുവെന്നോ അതെല്ലാം ആ രാജ്യത്തിന്റെ അധപ്പതനത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു രാജ്യത്ത് ഹോസ്പിറ്റലുകൾ ധാരാളമായിട്ടുണ്ടാകുകയും അവിടെ ധാരാളമായി ജനം വന്ന് കയറുകയും ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ പുരോഗതിയായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. 3 വർഷത്തിനിടെ കേരളം പിടിക്കുന്നത് $30 കോടി. പല സ്ഥലങ്ങളിലും നിരോധിക്കപ്പെട്ട മരുന്നുകൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നമുക്ക് ലഭ്യമാണ്. ഇന്ത്യയിൽ അടുത്ത വർഷത്തോടെ 60 രോഗികൾ 16 ലക്ഷമാവും എന്നാണ് ഇന്ത്യയുടെ കണക്ക് പറയുന്നത്. ചൈന അമേരിക്കയൊക്കെ മുമ്പിലുണ്ട്, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ഇന്ത്യ 13.2 ലക്ഷവും അമേരിക്ക 23 ലക്ഷം, ചൈന 46 ലക്ഷം. അങ്ങനെയൊക്കെയാണ് 2020 ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മളും അവരോടൊപ്പം മത്സരിക്കാനായിട്ട് നമ്മൾ റെഡിയാണ്. അപ്പൊ അതിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ടോക്സിനും വിഷവും ഒക്കെ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി മരുന്ന് കഴിച്ച രോഗികളാകുന്നത് 35% നമുക്ക് നമ്മൾ പറയുന്നത് ഡോക്ടർ ബി സുരേഷാണ്. അദ്ദേഹം നമ്മുടെ IMAയുടെ വളരെ പ്രധാനപ്പെട്ട റാങ്കിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് മരുന്ന് കഴിച്ച് രോഗികളാകുന്നത് 35% പേരുണ്ടെന്നത്രേ. പ്രമേഹം മൂലം കാൽ മുറിച്ചു മാറ്റൽ 50 വയസ്സിൽ താഴെയുള്ള രോഗികളുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനമെന്ന് ഡോക്ടർമാർ. അതായത് ഇന്നിപ്പോ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് മുറിച്ചു കളയുക, അല്ലെങ്കിൽ അവയവങ്ങളെ എന്തെങ്കിലും അപ്പോ മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് പ്രമേഹത്തിന്റെ പ്രശ്നം കൊണ്ടിട്ട് അത് ഉണങ്ങാതിരിക്കുക, അങ്ങോട്ടേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതിരിക്കുക. അപ്പോ അത് ചീഞ്ഞ് ആ ഭാഗം ചീഞ്ഞു കഴിയുമ്പോഴേക്കും അത് പുഴു വരിക, പിന്നെ അത് മുറിച്ചു കളയാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുക. അങ്ങനെ കാലുകളെല്ലാം തന്നെ കാലും കയ്യും ഒക്കെ മുറിച്ചു കളയുന്ന വലിയ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് 50 വയസ്സിൽ താഴെയുള്ള രോഗികളുടെ എണ്ണമാണ് കൂടി എന്ന് പറയുന്നത്, അല്ലാതെ വയസ്സായ ആളുകളുടെ കൂടി എന്നല്ല. ഇപ്പൊ എന്റെ പല കൂട്ടുകാരുടെയൊക്കെ മക്കൾക്കൊക്കെ ഡയബറ്റീസ് ആയി തുടങ്ങി. പല ആളുകൾക്കൊക്കെ 25 വയസ്സും 30 വയസ്സിലും ഒക്കെ അവര് ഡയബറ്റിക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ഡയബറ്റിക്കാരെല്ലാം കൂടി വരാൻ പോകുന്നത്, ഉയർത്താൻ പോകുന്നത് വലിയൊരു ബാധ്യതയാണ് നമ്മുടെ രാജ്യത്ത്, ഈ ലോകത്ത്. പെട്ടെന്നുള്ള മരണം കൂടി നമ്മളെല്ലാവരും കണ്ടതാണ്. യുവാക്കളാണ് കൂടുതലും മരിച്ചത്. നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം മറിഞ്ഞു വീണ് മരിക്കുന്നു. അത് കേരളം ഇപ്പൊ 2ാമതാണ്. മഹാരാഷ്ട്രയ്ക്ക് നമ്മൾ 1ാം സ്ഥാനം വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ എന്നാലും നമ്മളെക്കാൾ ഇരട്ടിയാണ് അവര് നല്ലോണം മരിക്കുന്നുണ്ട്. ഇപ്പൊ കേരളം 6607 പേരാണ് പെട്ടെന്നുള്ള മരണം മരിച്ചുപോയത്. അപ്പോ ഈ ഇതിന്റെയൊക്കെ ഒരുപാട് കാരണങ്ങൾ, കേരളത്തിലെ ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. കാരണങ്ങൾ പലതും പറയുന്നുണ്ട്. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ഇതെല്ലാം ബാധിക്കുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തെയാണ്. ഇത് നമ്മുടെ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോക്സിൻസ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറി വരികയാണ് ടോക്സിൻസ്. ഈ ടോക്സിൻസ് വരാൻ വേറെ മാർഗങ്ങളുണ്ട്. ടെൻഷൻ, നമ്മൾ ടെൻഷൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ, ശരീരത്തിനകത്തുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങൾ വഴി ഒരുപാട് അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള പല രാസ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം നിരന്തരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ടോക്സിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ കൊറോണ പോലുള്ള വൈറസുകൾ പുറത്തുനിന്ന് വരുന്നത്, അത് അത്തരം വൈറസുകൾ നമ്മുടെ ശരീരത്തിലെ ജൈവ ടോക്സിൻസ് ആയിട്ട് മാറുന്നു. അതായത് വൈറസ്, ബാക്ടീരിയ, ഇതെല്ലാം ജൈവ ടോക്സിൻസ് ആണ്. കെമിക്കൽ ടോക്സിൻസ് വരുന്നു. അങ്ങനെ 2 തരത്തിലുള്ള ടോക്സിൻസ് നമ്മളെ ബാധിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ ശരീര അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഓർഗൻ കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്, അതിന്റെ ബാലൻസ് പോവുക. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ലോകത്ത് മനുഷ്യന് രോഗം ഉണ്ടാകുന്നത്. ഇതല്ലാതെ വേറെ ഒരു കാരണവും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ടോക്സിൻസും ഇംബാലൻസസും കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് നമുക്ക് വലിയ ഒരു സമാധാനം നേടാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ നമുക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും.
നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് ഒരു കോശത്തിന്റെ മാതൃക. ഈ കോശം കൊണ്ടാണ് നമ്മളുടെ ഇതേപോലത്തെ കുറെ കോശങ്ങൾ ഉണ്ടാവും, കോടാനുകോടി കോശങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കോശങ്ങൾ ചേർന്ന് കാരണം നമ്മൾ അമ്മയുടെ വയറ്റില് ഒരു ചെറിയ കോശമായിട്ട് രൂപപ്പെട്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും, ഈ മനുഷ്യരെല്ലാവരും. അങ്ങനെ കോശമായിട്ട് രൂപപ്പെട്ട് ആ കോശം വളർന്ന് വിഘടിച്ച് അത് വലുതായി അതിൽ നിന്ന് ടിഷ്യൂസ് ഉണ്ടാവുന്നു. ടിഷ്യൂസ് എന്ന് പറയുന്ന കലകൾ. ഇങ്ങനെ കലകളായിട്ട് അത് മാറുന്നു. അങ്ങനെ അത് കലകളിൽ നിന്ന് അത് നമ്മൾ പതുക്കെ അത് ഓർഗൻസ് ആയിട്ട് മാറുക, ഇങ്ങനെ അവയവങ്ങളായിട്ട് മാറുന്നു. നമ്മുടെ ഹാർട്ടായിട്ട് മാറുന്നു. നമ്മുടെ ഇപ്പൊ നമ്മള് ഈ ബയോളജിയിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. നമ്മള് ഭ്രൂണം ആയിരിക്കുമ്പോൾ ആ ഭ്രൂണത്തിൽ നമുക്കറിയാം ഒരു ചെറിയ ഒരു കോശമായിട്ട് ഇത് വളർന്ന് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ 3 ആഴ്ച കഴിയുമ്പോൾ 4 ആഴ്ച കഴിയുമ്പോൾ അങ്ങനെ ഓരോരോ സമയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതിന് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു, അതിന്റെ കൈകാലുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഓരോ അവയവങ്ങളായിട്ട് അത് ഫോം ചെയ്യുകയാണ്. ഈ കോശങ്ങൾ വളർന്നാണ് അത് ഓർഗൻ ഉണ്ടാകുന്നത്. ഈ ഓർഗൻ എല്ലാം കൂടി പല ഓർഗൻസും ചേർന്നിട്ടുണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, സിസ്റ്റം. ഇതിപ്പോ നമുക്കറിയാം നമ്മുടെ വിസർജന ഒരു സിസ്റ്റമാണിത്. ആക്ച്വലി ഇതിനെ പറയുന്ന എക്സ്ക്രിറ്ററി സിസ്റ്റം. ഇതില് നമുക്ക് ഈ കിഡ്നി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂറിൻ ബ്ലാഡർ, അങ്ങനെയുള്ള ഇതിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ ഒരാളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്തമായി ബന്ധപ്പെട്ട് രക്തചംക്രമണം, അതെല്ലാം കൂടിയായിട്ടുള്ള ഒരു വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, അങ്ങനെ കുറെ വ്യവസ്ഥകൾ നമുക്കുണ്ട്. അപ്പോ ആ വ്യവസ്ഥകൾ ഉണ്ടാകുന്നു ഓർഗൻസ് എല്ലാം കൂടി കൂടിയിട്ട്. അങ്ങനെ ആ വ്യവസ്ഥകളെല്ലാം കൂടി കൂടുമ്പോൾ ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാകുന്നു. ഈ ഹ്യൂമൻ ബോഡി വീണ്ടും കൂടിച്ചേരുന്നു, അവിടെ വീണ്ടും കോശങ്ങൾ ഉണ്ടാകുന്നു. കോശങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കോശങ്ങൾ വളരുകയും മരിക്കുകയും അത് വീണ്ടും പുനരുൽപാദിപ്പിക്കുകയും മരിക്കുകയും പുനരുൽപാദിപ്പിക്കുകയും മരിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചർ. അപ്പൊ ഇതിലെ കോശങ്ങളാണ് എല്ലാം. ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു 10 നിലയുള്ള ഫ്ലാറ്റ്, 100 നിലയുള്ള ഫ്ലാറ്റ്. പക്ഷെ ഇതിന്റെ ബേസിക് യൂണിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലല്ല. കുറെ മതിലുകൾ ചേർന്നപ്പോഴാണ് മുറികളായത്. കുറെ മുറികൾ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ഫ്ലോർ ആയത്. കുറെ ഫ്ലോറുകൾ ചേർന്നപ്പോഴാണ് ഒരു ഫ്ലാറ്റ് ആയത്. ഇങ്ങനെ പറയുന്ന പോലെ അതിന്റെ ബേസിക് യൂണിറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മണലാണ്, മണ്ണ്. അന്നത് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ആ മണലിന് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ, കോശങ്ങൾക്ക് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് മൊത്തത്തിൽ കേട് സംഭവിക്കും. എന്ന് പറയുന്ന പോലെ കോശങ്ങളുടെ തകരാറാണ്, കോശങ്ങളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള വിഷാംശങ്ങളാണ് ഈ രോഗങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ കാരണം. കോശങ്ങളുടെ ബാലൻസ് തെറ്റുന്നതാണ് ഈ രോഗങ്ങളുടെ എല്ലാം കാരണം. അപ്പൊ കോശങ്ങളിൽ വിഷങ്ങൾ അടിഞ്ഞു കൂടുന്നു, അത് പുറത്തേക്ക് തള്ളിക്കളയാനുള്ള സംവിധാനം ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ബാലൻസ് നഷ്ടപ്പെടുന്നു, ഇംബാലൻസ്ഡ് ആകുന്നു. അപ്പൊ നമ്മുടെ രോഗങ്ങൾ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മളെ രോഗങ്ങൾ പിടികൂടും. നമുക്ക് ഈ ടോക്സിൻ ഡീറ്റോക്സിഫൈ ചെയ്യാൻ, അതായത് പുറത്തേക്ക് തള്ളിക്കളയാനും ഈ ഇംബാലൻസ്, അതിന്റെ അസന്തുലിതാവസ്ഥ, അതിനൊന്ന് ബാലൻസ് ചെയ്യാനും സാധിക്കുന്ന എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടത് ഹെൽത്തി ന്യൂട്രീഷനാണ്. ഇപ്പൊ ഹെൽത്തി ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു ഡയറ്റ് നല്ലൊരു ഡയറ്റ് വേണം നമുക്ക്. അപ്പൊ നല്ല ഡയറ്റ് കണ്ടെയ്ൻ ഓൾ ദ ഫോളോയിങ് കോമ്പോണൻറ്റ്സ്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് റൈസ്, അതുപോലെ തന്നെ ഇപ്പൊ ഗോതമ്പ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നതാണ്. ദെൻ പ്രോട്ടീനുകൾ, ഓയില്, ഫാറ്റ്, കൊഴുപ്പ്, വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലമെന്റ്സ്, നാച്ചുറൽ പിഗ്മെന്റ്സ്, ഫൈബർ, അതർ സപ്ലിമെന്റ്സ്, വാട്ടർ, ഇതെല്ലാം നമുക്കറിയാം ഇത് ന്യൂട്രീഷന്റെ ഒരു ഹെൽത്തി ന്യൂട്രീഷന്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടതാണ്. എന്നാൽ ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളുടെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് കണ്ടാമിനേഷൻ വന്നിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയുടെ അകത്തേക്ക്, നമ്മുടെ കോശത്തിനകത്തേക്ക് കിട്ടാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സ്പൈർലീന എന്ന് പറയുന്നത്. ഇത് WHO പറയുന്നതാണ്. DXന്റെ സ്പൈർലീന അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ സ്പൈർലീന ഇൻ ജനറൽ അവർ പറയുന്നത് ഇത് ഏറ്റവും അത്യാവശ്യം എല്ലാ ജനതകളും ഉപയോഗിക്കേണ്ട ഒരു ഭക്ഷണ സാധനമാണ് സ്പൈർലീന.
ഇന്ന് സ്പൈറലിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കഴിഞ്ഞു. സ്റ്റഡി പല സ്ഥലങ്ങളിലും നടന്നു കഴിഞ്ഞു. ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ഈ പറയുന്ന സ്പൈറലിന ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് അവർക്ക് കിട്ടി എന്ന് പറയുന്നു. ഇതും മരുന്നായത് കൊണ്ടല്ല, ഇത് ഒരു ഹെൽത്തി ന്യൂട്രീഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ ന്യൂട്രീഷന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പറയുന്ന സ്പൈറലിനയുടെ ഉപയോഗം നമുക്ക് ഗുണപ്രദമാകും. ഈ സ്പൈറലിന ഒരു 6 ഒരു 60 കിലോ ഉള്ള ഒരാൾക്ക് ഒരു 6 വെച്ച് ഒരു ദിവസം കഴിക്കാം എന്നുള്ളതാണ്. 6, 10 ഒക്കെ കഴിക്കാം. ഇപ്പൊ ഞാനെല്ലാം 10 വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പം നമ്മള് വയസ്സായിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഞാനും ഷഷ്ടി പൂർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്കറിയാം വളരെ വയസ്സാകും തോറും നമുക്ക് പിന്നെ പാരമ്പര്യമായിട്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പലർക്കുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇത്തരം സപ്ലിമെന്റുകൾ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഓർഗാനിക് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഡിഎക്സൺ കമ്പനിയുടെ സ്പൈറലിനെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാന്നുള്ളതാണ്. കാരണം ഈ സംഭവം ഗർഭിണികൾ കഴിക്കുന്നു, കുട്ടികൾ കഴിക്കുന്നു, ചെറിയ കുട്ടികൾ കഴിക്കുന്നു, ഗർഭിണികൾ കഴിക്കുന്നു, ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ 2 ദിവസം 3 ദിവസം പ്രായമായ കുട്ടികൾക്ക് വരെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ കഴിക്കുന്നു, കോളേജിൽ പോകുന്ന ആൾക്കാർ കഴിക്കുന്നു, യുവാക്കൾ കഴിക്കുന്നു, വയസ്സന്മാർ കഴിക്കുന്നു, മരിക്കാനിരിക്കുന്നവരും കഴിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണിത് സ്പൈറലിന. സ്പൈറലിന എന്ന് പറയുന്ന ഒരു പായല്, നിങ്ങൾ ആ പായൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പൈറൽ ടൈപ്പിൽ ഇരിക്കുന്ന പായലാണ്. ആ പായലിന്റെ ചിത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് പല രാജ്യങ്ങളിലും, ഇപ്പൊ നമ്മള് പാകിസ്ഥാനില് ഒരു 60ഓളം കുട്ടികൾക്ക് നമ്മുടെ ഡിഎക്സന്റെ സ്പൈറലിന നമ്മള് പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടുത്തെ ഡോക്ടർമാരെ വെച്ചുകൊണ്ട് നമ്മളിത് കൊടുക്കുന്നുണ്ടായി. 60 കുട്ടികളും ഈ രാത്രിയിൽ നിശാന്തത എന്ന് പറയും, അതായത് രാത്രി വരുമ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും ബ്ലൈൻഡ് ആവും അവര്. അങ്ങനെയുള്ള കുട്ടികളില് 60 പേർക്ക് കൊടുത്തതിൽ 58 പേർക്ക് അതിന് പരിഹാരം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇത് 58 പേർക്ക് പരിഹാരം കിട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു ശതമാനം ആളുകൾക്കും ഗുണം കിട്ടി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അത് ഒരു വലിയ സക്സസ് റേറ്റ് ആണ്. അപ്പൊ ആ സ്പൈറലിനെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ധൈര്യസമേതം ഇത് നമുക്ക് ഹെൽത്തി ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏറ്റവും ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നമ്പർ 1 ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിഎക്സൺ ഗാനോഡർമയാണ്. ഈ കാണുന്നതാണ് ആ മഷ്റൂം. ഈ ഗാനോഡർമയില് 100 ദിവസം പ്രായമായ മഷ്റൂമിനെ ഋഷി ഗാനോ എന്ന് പറയുന്നത് RG എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കും. ഇതിന്റെ മെയിൻ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 750ഓളം പോഷക ഔഷധ ഘടകങ്ങളാണ് ഇതുവരെ ശാസ്ത്രം ഇതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പറയുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഫുഡ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം. ഇപ്പൊ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കും അവർക്ക് ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് കുറെ കൂടി ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതായത് മൂത്രം വഴി, വേർപ്പ് വഴി, അതുപോലെ മലശോധന വഴി, കഫം വഴി, പരുക്കൾ വഴിയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷാംശത്തെ പുറത്തേക്ക് തള്ളിക്കളയുന്നത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച നല്ലൊരു ശതമാനം ആളുകൾക്കും അതിന്റെ അനുഭവം വ്യക്തമായി. ഇപ്പൊ ഞാനെല്ലാം ഈ ഗാനോഡർമ കഴിക്കുമ്പോൾ ഞാൻ നസ്യം ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാനൊരു 6 മാസം കൂടുമ്പോഴേക്കും എനിക്ക് മിനിമം നസ്യം ചെയ്യണം, കാരണം എനിക്ക് സൈനസൈറ്റിസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ ഉൽപ്പന്നം കിട്ടിയത് കൊണ്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് എനിക്ക് നസ്യം ചെയ്യുന്ന വന്നിട്ടില്ല. ഒരു 5-6 മാസം കൂടുമ്പോഴെങ്കിലും ഡോക്ടറെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ 24 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ ഉൽപ്പന്നം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വേണ്ടി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. അതാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനോടുള്ള എൻ്റെ എന്താ പറയുന്നത് ഒരു ആവേശം എന്ന് പറയുന്നത്. അടുത്തത് 14 ദിവസം മുതൽ പ്രായമായിട്ടുള്ള മഷ്റൂമിന്റെ ഈ ഗാനോഡർമയുടെ വേരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അത് ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഡിറ്റോക്സിഫിക്കേഷനും ബാലൻസിങ്ങും RG എന്ന് പറയുന്നത്, ഋഷിഗാനോ എന്ന് പറയുന്നത് ഡിറ്റോക്സിഫിക്കേഷന് സഹായിക്കുമ്പോൾ ബാലൻസിങ് എന്ന് പറയുന്നത് ഗാനോസീലിയം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് എല്ലാവരും അവരവരുടെ വീടുകളിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്വർണം മേടിച്ചു വെക്കുകയോ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതല്ല.
ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവനവന്റെ ശരീരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ശരീരത്തിൽ എനിക്ക് ആരോഗ്യം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഞാൻ എത്ര വലിയ വീട് പണിതാലും കൊട്ടാരം പണിതാലും എനിക്ക് മാനസികാരോഗ്യമില്ല, എനിക്ക് ശാരീരിക ആരോഗ്യമില്ല എങ്കിൽ ആ കൊട്ടാര സദൃശമായ വീട് കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ അതില് ഒരാളുടെ ശരീരത്തിൽ അയാൾ കഴിക്കേണ്ട ഫുഡ് ആസിഡ് ആൽക്കലി, അത് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അമ്ല ക്ഷാര സ്വഭാവമുള്ള ഫുഡ് 4:1. അതായത് നമുക്കറിയാം ഒരു 80% ക്ഷാര സ്വഭാവമുള്ള ഭക്ഷണവും 20% ആസിഡ് സ്വഭാവമുള്ള അമ്ല സ്വഭാവമുള്ള ഫുഡും അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്, ഇപ്പൊ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, രാവിലെ ചപ്പാത്തി കഴിച്ചു, അതിന്റെ കൂടെ മസാല ഇട്ട് എന്തെങ്കിലും ഒരു സാധനം കഴിച്ചു, ഉച്ചക്ക് നമ്മൾ ചോറ് കഴിച്ചു, മീൻകറി കഴിച്ചു, അതുപോലെ തന്നെ ഉള്ള മസാല ഐറ്റംസ് കഴിച്ചു, മുട്ട പൊരിച്ചത് കഴിച്ചു, പിന്നെ വൈകുന്നേരം നമ്മൾ ചപ്പാത്തി കഴിച്ചു അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചു, അതിന്റെ കൂടെ മീൻ പൊരിച്ചത് കഴിച്ചു. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ അവിടെ ഒന്നും തന്നെ ആൽക്കലൈൻ വളരെ കുറവാണ് അവിടെ വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ആസിഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആസിഡ് സ്വഭാവമുള്ള ഫുഡ് നിരന്തരമായിട്ട് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്ന് പ്രായമാകുകയും പെട്ടെന്ന് രോഗിയാകുകയും ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ ഗുഡ് ബൈ അടിക്കുന്ന ഒരവസ്ഥയിൽ, ഗുഡ് ബൈ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഇത് ഗുഡ് ബൈ അടിക്കൂല, അങ്ങനെ വേണോ വേണ്ടേന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം, അതായത് അങ്ങോട്ട് എടുക്കുകയില്ല ഇങ്ങോട്ട് വരെയില്ല, ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന കുറെ പൈസയും ചെലവാക്കി ജീവിക്കേണ്ട ഒരു അവസ്ഥ. പലപ്പോഴും നമ്മുടെ ആളുകള് ശരീരത്തിലെ തുടക്കത്തിലെ ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാം കൂടി അവസാനം കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോ നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ എന്ന് പറയുന്നത് ഒരു 5 രൂപ 10 രൂപ 20 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ 20 രൂപയൊക്കെ ലാഭിക്കാൻ നോക്കും. അങ്ങനെ ലാഭിച്ച്, കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇനി വരും എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പൊ ഈ വരുന്നത് നീട്ടിക്കൊണ്ടു പോവുക, ഇനി വരുന്നതിന്റെ ആ ശക്തി കുറക്കുക, അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അങ്ങനെ സ്വന്തം ശരീരത്തിലാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അതിന് വില കൊടുക്കാതെ കിട്ടിയത് കാരണമാണ്. അതായത് അമ്മയ്ക്ക് നമ്മളെ അമ്മ പ്രസവിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ അമ്മയ്ക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം എന്നൊരു നിയമം ഈ രാജ്യം പാസ്സാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മളൊരു വില കൊടുത്താൽ, ഇത് ഫ്രീ ആയിട്ട് ഈ ശരീരം കിട്ടിയതുകൊണ്ട് നമുക്ക് യാതൊരു വിലയില്ല. അതുകൊണ്ട് നമ്മളെ എല്ലാ തോന്നിവാസങ്ങളും നമ്മൾ ഈ ശരീരത്തിൽ ചെയ്യും. അതിന്റെ എല്ലാം ആ ചെയ്യുന്ന അതിക്രമത്തിന്റെയൊക്കെ റിസൾട്ടുകൾ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര കോടി രൂപ ബാങ്കിൽ ഉണ്ടാക്കിയാലും, നിങ്ങൾ എത്ര കാര്യങ്ങൾ ഇവിടെ അച്ചീവ് ചെയ്താലും, അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകണമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി വേണം. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണം, നിങ്ങൾക്ക് നാവ് കൊണ്ട് നിങ്ങൾക്ക് രുചിക്കാൻ പറ്റണം, നിങ്ങളുടെ സ്പർശനം, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ആസ്വദിക്കാൻ പറ്റണം ഈ ലോകത്തെ. ഇല്ല എങ്കിൽ നമുക്ക് അത് അത്രയും കുറഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും വലിയ നിക്ഷേപം അവനവന്റെ ശരീരത്തിൽ. അവനവന്റെ ശരീരത്തിന് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഏതെല്ലാം ബാങ്കിൽ കൊണ്ടുപോയി എത്ര പലിശക്ക് പൈസ ഇട്ടിട്ടും ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. ആദ്യം അവനവന്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ കൊടുക്കുക. ആരോഗ്യം ഉണ്ടെങ്കിൽ നാളെയും പോയി പണിയെടുക്കുക. ഇന്നിപ്പോ പല ആൾക്കാരും വയറ് മുറുക്കൊടുത്ത് ഭക്ഷണവും കഴിക്കാതെ നല്ല പോഷകാഹാരങ്ങളൊന്നും കഴിക്കാതെ തോന്നിയ പോലെ ജീവിച്ചതിന് ശേഷം ലാസ്റ്റ് മൂമെന്റിൽ കടം മേടിച്ച് ബാനർ വെച്ച് പിരിപ്പിച്ച് രോഗം ചികിത്സിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു പോവുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ DXന്റെ ആൽക്കലൈൻ ഫുഡുകൾ നിങ്ങൾ കഴിക്കുക. സ്പൈറലീന, RGGL, ലിങ്ഷി കോഫി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില ഉൽപ്പന്നങ്ങൾ DXൻ പരിചയപ്പെടുത്തിയതിൽ ഒന്ന് ഗാനോഡർമ. നമ്മൾ തന്നെ സ്വന്തം ഫാമില് ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഗാനോഡർമ. ലയൺസ് മെയിൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു 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 എഡിബിൾ മഷ്റൂം ആണത്. ഇത് കറി വെച്ച് തിന്നുന്ന മഷ്റൂമാണ്. ഈ മഷ്റൂമിന്റെ പൗഡർ നമ്മൾ സത്ത് കൊണ്ടുവരുന്നുണ്ട്. പൗഡർ അത് കാൻഡി ഫോമിലും പൗഡർ ഫോമിലും ക്യാപ്സൂൾ ഫോമിലൊക്കെ നമുക്ക് ലഭ്യമാണ്. ഇത് വാങ്ങിച്ച് കഴിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഞരമ്പ് സംബന്ധമായ, അതായത് നമ്മുടെ ഞരമ്പ്, അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പലരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആൾക്കാർ നമ്മുടെ വെരിക്കോസ് വെയിൻ എല്ലാം ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെരിക്കോസ് വെയിൻ ഉണ്ടായ വ്യത്യാസങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് പറയുണ്ടായി. എനിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി.
ഇത് സ്പൈറലീന എന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ട സംഭവം. സ്പൈറലീനയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഏറ്റവും നല്ല ബ്ലഡ് ഉണ്ടാകാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഹരിതകം ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. എല്ലാവർക്കും ബ്ലഡ് ഉള്ളവർ മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ഈ സ്പൈറലീന ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിക്കരുത്. അതുപോലെ തന്നെ ലയൺസ് മെയിൻ എന്ന് പറയുന്ന കോശങ്ങളുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കോശങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളതെങ്കിൽ അത് കഴിക്കാം. ഗാനോഡർമ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ജീവനുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്. ദെൻ മറ്റൊന്ന് ഈ പറയുന്ന കോഡിസെപ്സ് എന്ന് പറയുന്ന മഷ്റൂമാണ്. കോഡിസെപ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം പ്രചാരം സിദ്ധിച്ച ഒരു മഷ്റൂമാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ശ്വാസകോശത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഞരമ്പ് സംബന്ധമായ കാര്യങ്ങളിലും ഒക്കെ വളരെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് കോഡിസെപ്സ്. വളരെ ചൈന, ജാപ്പാൻ അതുപോലുള്ള രാജ്യങ്ങളെ അത്ലറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്, ഒരു എഡിബിൾ മഷ്റൂമാണിത്. റോസല് നമുക്ക് എല്ലാവർക്കും അറിയാം. റോസല് വളരെ പ്രയോജനകരമായ ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷെ ഇപ്പൊ അധികം അങ്ങനെ കാണാറില്ല. അതിന്റെ ഒരു ജ്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ മൊറിൻഡ സിട്രിഫോളിയ എന്ന് പറയുന്ന, മോറിൻഷി എന്ന് പറയുന്ന നമ്മുടെ ഡിയോക്സിൻ കമ്പനിയുടെ മറ്റൊരു ജ്യൂസ്. ഈ പറയുന്ന ഇപ്പൊ ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ യു ആർ വെരി ലക്കി എന്ന് ഞാൻ പറയും. ഇതിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഡിയോക്സിന്റെ കയ്യിലുണ്ട്. അതിൽ ഇന്റേണൽ യൂസും എക്സ്റ്റേണൽ യൂസും ഉണ്ട്. അപ്പോ ചില ആളുകൾക്ക് ഇന്റേണലി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് എക്സ്റ്റേണലി ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എക്സ്റ്റേണലി ഉപയോഗിക്കാനും ഇന്റേണലിയും എക്സ്റ്റേണലിയും ഒരുമിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇന്റേണൽ യൂസ് ആണെങ്കിൽ ലിങ്ഷി എന്ന് പറയുന്നത് ഡിയോക്സിന്റെ ഗാനോഡർമയുടെ പേരാണ്. ലിങ്ഷി കോഫി ഒരു കോഫി ആക്കി വരുന്നുണ്ട്. ഗാനോഡർമയുടെ ടീ വരുന്നുണ്ട്. കൊക്കോഷി ചോക്ലേറ്റ് ഡ്രിങ്ക് വരുന്നുണ്ട്. ലെമൺഷി ലെമണൊക്കെ ചേർത്തിട്ട് ഗാനോഡർമയുടെ ഡ്രിങ്ക് വരുന്നുണ്ട്. ഡിയോക്സിൻ കൊംബൂച്ച വരുന്നുണ്ട്. സ്പാർലിന സീരിയൽസ് വരുന്നുണ്ട്. കോഡിസെപ്സ് കോഫിയും കോഡിസെപ്സ് സീരിയൽസും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ട് ഗാനോഷി സോപ്പ് നമുക്ക് കുളിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ പരിസരത്തും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും സർക്കിളിൽ നിങ്ങൾ നോക്കുക, കുളിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കുക. കുളിക്കുന്ന ആൾക്കാരുടെ മാത്രം എണ്ണം എടുക്കുക. അവർക്കൊക്കെ വേണ്ടതാണ് ഗാനോഷി സോപ്പ്. കാരണം സ്കിന്നിലൂടെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. സ്കിന്നിനെ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ലോകത്തിലെ നമ്പർ 1 സംഭവമാണ് ഗാനോഡർമ. ഗാനോ എന്ന് പറഞ്ഞ ഷൈനിങ്, ഡർമ എന്ന് പറഞ്ഞ ത്വക്ക്. അതിന്റെ അർത്ഥം തന്നെ നോക്കിയേ, തിളങ്ങുന്ന ത്വക്കോട് കൂടിയത്. ഗാനോഷി ടൂത്ത് പേസ്റ്റ്. നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും പ്രശ്നം അതിന്റെ വാതിലാണ് ഈ വായ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, തല്ലുകൊള്ളുന്നത് ഈ വായ കൊണ്ടാണെന്ന് പറയാറ്. കാരണം വായിലിരിപ്പ് കൊണ്ടിട്ട് തല്ലു കൊണ്ടിട്ടുള്ള മരിച്ചുപോയ ആൾക്കാരുണ്ട്, രോഗികളായ ആൾക്കാരുണ്ട്. അപ്പൊ ഗാനോഷി ടൂത്ത് പേസ്റ്റ് ഈ പറയുന്ന വായിലേക്ക് വെച്ചു കൊടുക്കുക രാവിലെ. അല്ലാതെ പെയിന്റിൽ ചേർക്കുന്ന കെമിക്കലും പടക്കം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലും എലി വിഷത്തിൽ ചേർക്കുന്ന കെമിക്കലും ഒക്കെ ചേർത്ത് ഇറങ്ങുന്ന സാധാരണ പേസ്റ്റുകൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ വായിലേക്ക് രാവിലെ തന്നെ കയറ്റി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ചു നോക്കുക. ഓരോ പേസ്റ്റിന്റെയും മുകളിൽ എഴുതിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ സോപ്പ് ഉപയോഗിക്കണതും പേസ്റ്റ് ഉപയോഗിക്കുന്നതും സെലിബ്രിറ്റീസ് പറഞ്ഞിട്ടാണ്. സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള നായകന്മാരെ കൊണ്ട് ഈ കമ്പനികൾ ഓരോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും. അത് കേട്ടിട്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് ആ സ്നേഹം മൂത്തിട്ട് നമ്മൾ ഭ്രാന്ത് എടുത്തിട്ട് നമ്മൾ ഇതേപോലത്തെ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കണേ. ഇവിടെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാള് ഈ ഗാനോഷി സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിട്ട് നമ്മളോടൊന്ന് പറയണത്. അയാളെ നമ്മൾ വിശ്വസിക്കാതെ, നമ്മളെ കാണാത്ത, നമ്മളെ അറിയാത്ത, നമ്മൾ ചത്താലും ശരി ജീവിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത സെലിബ്രിറ്റീസ് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടം, കേൾക്കാൻ ഇഷ്ടം. അവൻ പറയുന്ന അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ തൊട്ട് വീടിനടുത്തുള്ളവന് എന്ത് ഗുണം കിട്ടിയാലും നമ്മൾ അത് ചിന്തിക്കില്ല, കേൾക്കില്ല. ഷാംപൂ, ഹെയർ ഓയില്, മസാജ് ഓയില്, ടാൽക്കം പൗഡർ, ടീ ട്രീ ക്രീം, ഇങ്ങനെ ഇത്തരം എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ ബാക്കി എല്ലാം ശൂന്യമാണ്. എന്തെല്ലാം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നിങ്ങള് സ്വപ്നങ്ങള്, വലിയ ഡ്രീംസ് എല്ലാവരുടെയും, ഭയങ്കര സ്വപ്നങ്ങൾ. അടുത്തത് കുടുംബം, ഫാമിലി ഉണ്ടാക്കാനുള്ള ഓട്ടത്തില്ല പല ആൾക്കാർ. ധനം, പൈസ ഉണ്ടാക്കാനായിട്ടാണ് രാവിലെ ഇറങ്ങുന്നത് തന്നെ. ഞാൻ മരിച്ചു പോയാലും ശരി പൈസ ഉണ്ടാക്കിയിട്ടേ വരുള്ളൂ. ജോലിക്ക് വേണ്ടിയാണ് പഠിത്തം തുടങ്ങുന്നത് തന്നെ. പഠിച്ചത് ജോലിക്ക് വേണ്ടിയാണ്.
ഈ ജോലിയും ധനവും കുടുംബവും സ്വപ്നങ്ങളും എല്ലാം സീറോയാണ് ഇതില്ലെങ്കിൽ, ഈ ആരോഗ്യം ഇല്ലെങ്കിൽ. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകാം, കുടുംബം ഉണ്ടാകാം, ധനമുണ്ടാകാം, ജോലി ഉണ്ടാകാം. പക്ഷേ ഒന്നെന്ന് പറയുന്നത് ആരോഗ്യം. അത് നമുക്ക് ഓഫർ ചെയ്യുന്ന കമ്പനിയാണ് DXN. സോ എന്റെ കൂട്ടുകാരോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത്, ആ ഒന്ന് ആദ്യം ഉണ്ടാക്കി, ബാക്കി സീറോയ്ക്ക് ഇപ്പുറത്ത് കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. നിങ്ങളൊരു യുവാവാണ്, ഒരു അവസരത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ആളാണ് എങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ എന്താ പറയുന്നത് ഉലക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സോടുകൂടി നിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ അപകടം നിറഞ്ഞൊരു ജോലിയാണെങ്കിൽ, ദെൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ റോളിൽ എനിക്ക് ഒരു അർത്ഥവും തോന്നുന്നില്ല, ലൈഫ് എല്ലാം പോയെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അച്ചീവ് ചെയ്യണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ആത്മാഭിമാനം വളരെ കുറഞ്ഞു പോയ ഒരാൾ, സെൽഫ് എസ്റ്റീം വളരെ ലോ ആയിട്ട് പോയിട്ടില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ ഇത്രയും പഠിച്ചു, എനിക്കൊരു ജോലി കിട്ടിയില്ല, ഇനി ഞാൻ എങ്ങനെ ജീവിക്കാൻ, എന്നെ കൊണ്ടൊന്നും പറ്റും, ഇങ്ങനെയുള്ള ചിന്താഗതിയായി ഇരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോ കുറച്ച് വയസ്സായ ആളായിരിക്കാം, ചിലപ്പോൾ ഒരു മധ്യവയസ്കനായിരിക്കാം. ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടോ? ഇപ്പോ നിൽക്കുന്ന ജോലി ഒരു സെക്വേർഡ് അല്ല, എപ്പോ വേണമെങ്കിലും പോകാം, അങ്ങനെ ഒരു ഇതുണ്ടോ? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യുന്നുണ്ടോ? വൈകിട്ട് വരുമ്പോൾ നിങ്ങൾ അവശതയായിട്ടാണ് വരുന്നത്. ദെൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമോ നിങ്ങളൊരു കോമ്പറ്റീഷൻ, അതായത് ഒരു മത്സരം, അവിടെ എന്താ പറയുന്നത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങളെ ഫാമിലിക്ക് നിങ്ങൾക്കൊരു നല്ല ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടോ? രാവിലെ 7 മണിക്ക് 6 മണിക്ക് ഇറങ്ങി പോവുക, വൈകിട്ട് 10 മണിക്ക് വരിക, അങ്ങനത്തെ പണിയിലാണോ നിങ്ങൾ? ദെൻ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങളെ ബോർഡം അല്ലെങ്കിൽ ബോറടിച്ചു, അല്ലെങ്കിൽ അതിൽ അൺഹാപ്പി ആണ്, അങ്ങനെയാണോ? സാലറി, ആ സാലറി ഇൻകം എന്ന് പറയുന്നത് അതിലൂടെ ഇനി ഒരു ഗ്രോത്ത് ഇല്ല, ഈ കിട്ടുന്ന സാലറി കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ താഴേക്ക് പോകാനാണ് സാധ്യത, ഇങ്ങനെയാണോ നിങ്ങളുടെ മാനസികാവസ്ഥ? ദെൻ വളരെ ചെറുപ്പത്തിലെ, അതായത് ഒരു 50 വയസ്സായപ്പോൾ തന്നെ എനിക്ക് പല രോഗങ്ങളും സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് നടുവേദന, ജോയിന്റ് പെയിൻ, എനിക്ക് പല പണിയും എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ കണ്ണിന് പ്രശ്നം, എൻ്റെ നടുവിന് പ്രശ്നം, എൻ്റെ കഴുത്തിന് പ്രശ്നം, സ്പോണ്ടിലോസിസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലത്തിലേക്ക്, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും യു ക്യാൻ ഫുൾഫിൽ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സകല സ്വപ്നങ്ങളെയും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട്, അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം, നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണോ, നിങ്ങൾക്കൊരു എന്താ പറയുന്നത് മനസ്സിനൊരു ശാന്തി വേണോ, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ചെയ്യണോ, ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യണോ, ഫാമിലി ഹോളിഡേയ്സ് എല്ലാ വർഷവും ഒരു 5-6 പ്രാവശ്യം വേണോ, ദെൻ റെക്കഗ്നീഷൻ, എവിടെ പോയാലും നിങ്ങൾക്ക് പൂച്ചെണ്ടുകളും പൂമാലകളും ഷാളുകളും കിട്ടുന്ന, അതും ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് അംഗീകാരം കിട്ടുന്ന മനോഹരമായ ഒരു റെക്കഗ്നീഷൻ, അംഗീകാരങ്ങൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു ദ അമേസിംഗ് വേൾഡ് ഓഫ് DXN ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. ഒരുപാട് ചിന്തിക്കാനുള്ള വിഷയമാണ്. നിങ്ങൾ അറിയുക, ഈ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയുക. ലോകത്ത് ഒരു കമ്പനിക്കും ചെയ്യാൻ പറ്റാത്ത, വാഗ്ദാനം ചെയ്യാൻ പറ്റാത്ത ഏറ്റവും മനോഹരമായ ഓപ്പർച്യൂണിറ്റിയാണ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ലോകം മുഴുവനും ഉണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നേരത്തെ ഇരുന്ന PIC ഇപ്പോ കിർഗിസ്ഥാനിലേക്ക് പോവാണ്.
കിർഗിസ്ഥാനിലെ മലയാളി ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരുപാട് മലയാളികളായി. നമ്മുടെ റോബി, ഡയമണ്ട് റോബിയൊക്കെ അവിടെ ഒരു ഷെഫിനെ, മലയാളി ഷെഫിനെ, പൊന്നാനിക്കാരൻ ഷെഫിനെ അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പൊ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് DXN ചെയ്യാൻ കഴിയുന്ന അതുപോലെ ഒരു കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റിയിലും നിങ്ങൾ എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെ 190ഓളം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും മനോഹരമായ ഒരു ചാൻസ് ആണ് DXN കമ്പനി നമുക്ക് തരുന്നത്. അതിന്റെ സോളിഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു 9 ways to earn in DXN. അതിന് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് നേരിട്ട് വിൽക്കുന്നതിന്, നേരിട്ട് കൊടുക്കുന്നതിന് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. 20% ചിലതിന് അതിലും കൂടുതൽ കിട്ടാം. ഗ്രൂപ്പ് ബോണസ് ഉണ്ട്. ദെൻ സ്റ്റാർ ഗ്രൂപ്പ് ബോണസ് എന്ന് പറയുന്ന ഒരു ബോണസ് ഉണ്ട്. ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറയുന്ന ഒരു ബോണസ് ഉണ്ട്. ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട്. ട്രാവൽ സെമിനാർ ഇൻസെന്റീവ്, ഹാൻഡ് ഫോൺ സെറ്റ് ഇൻസെന്റീവ് ഉണ്ട്. ഓവർസീസ് ട്രാവൽ ഇൻസെന്റീവ് ഉണ്ട്. ഹാൻഡ് ഫോൺ സെറ്റ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് 15,000 രൂപ കിട്ടും. ഓവർസീസ് ട്രാവൽ ഇൻസെന്റീവ് എന്ന് പറയുന്ന ഒരു 1,20,000 രൂപ കിട്ടും. അങ്ങനെ അതൊരു 1,35,000 ആ ഇൻസെന്റീവ് മാത്രമുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BA Mini DXN ഒരു 10,000 രൂപയുടെ എങ്കിലും പ്രൊഡക്റ്റ് വാങ്ങി വെച്ച് അതിന് ട്രെയിനിങ് എടുക്കും. ഒരു മാസക്കാലം, അതായത് നിങ്ങളിപ്പോൾ 1-ാം തീയതിയാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതെങ്കിൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ട്. ഈ പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഈ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിച്ച് പോരാൻ പറ്റുന്ന അത്രയും ഫ്രീഡമാണ് ഈ പറയുന്ന DXN കമ്പനി നമുക്ക് തരുന്നത്. ഈ മൈ ഹോം മൈ ഷോപ്പ് പറഞ്ഞ് തുടങ്ങുക. നിങ്ങളുടെ വീട് തന്നെ നിങ്ങളുടെ ഒരു ഷോപ്പാക്കുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ വെക്കുക. വാടക കൊടുക്കണ്ട, കറണ്ട് ചാർജ് കൊടുക്കണ്ട, ഒരു പൈസ പോലും നിങ്ങൾക്ക് ചെലവില്ല. 10,000 രൂപയുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെല്ലാം പ്രൊഡക്റ്റുകൾ പോകാൻ ചാൻസസ് ഉണ്ടെന്ന് നിങ്ങളുടെ ഇൻട്രൊഡ്യൂസറെയും കൂടി കൂട്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയും കൂടി ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് നമ്മളൊരു 10,000 രൂപയുടെ സാധനം വാങ്ങി വെച്ചിട്ട് നമുക്കത് ഒരു ശ്രമം നടത്തി നോക്കാം. ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല എങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊടുത്തുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാനായിട്ട് ആ പണം തിരിച്ചു കിട്ടാനും നമുക്ക് സാധ്യതയുണ്ട്. അതിനുള്ള കൂളിംഗ് ഓഫ് പീരീഡ്, മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക, അത് എടുക്കുക. ഇപ്പൊ ഞാനെല്ലാം ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ കുളിക്കുന്നവർ എത്ര പേരാണ്, പല്ല് വെക്കുന്നവർ എത്രയാണ്, ചായ കുടിക്കുകയും കാപ്പി കുടിക്കുകയും ചെയ്യുന്ന എത്ര പേരാണ്, അത് എന്റെ സമൂഹത്തിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് അതില് ഒരു 20 ആൾക്കാരെ, 20 കസ്റ്റമേഴ്സിനെ ഞാനൊന്ന് നമ്മുടെ സോപ്പിട്ട് കുളിപ്പിക്കാനും, നമ്മുടെ പേസ്റ്റ് ഇട്ട് പല്ല് തേപ്പിക്കാനും, നമ്മുടെ കാപ്പി കുടിപ്പിക്കാനും, ചായ കുടിപ്പിക്കാനും ഒക്കെ ഒരു 20 കസ്റ്റമേഴ്സിനെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 മുതൽ 20,000 രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് ഒരു മാസം റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് മതി. അതിൽ കൂടുതൽ ബിസിനസ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ആ ഒരു ബിസിനസ്സാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒരാൾ DXNലേക്ക് വരുന്നത്. ബിക്കം എ എന്താ പറയുന്നത്, BA Mini DXN. അതാണ് അതില് നിങ്ങളിങ്ങനെ 10,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് അത് നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3000 പോയിന്റ് കമ്പനി ബില്ലടിക്കുമ്പോൾ തന്നെ തരും. അത് വിറ്റാലും വിറ്റില്ലെങ്കിലും അപ്പൊ തന്നെ നിങ്ങൾക്ക് 3000 പോയിന്റ് തരും. അങ്ങനെ അതേപോലെ 3000 കൊണ്ടുവരാൻ സഹായിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്യാം. കാരണം നിങ്ങൾ മെമ്പർ ആയി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിൽ നിന്നോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ, നിങ്ങളുടെ ഒപ്പം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അസോസിയേറ്റുകളെ നിങ്ങൾ കൂട്ടാം. അപ്പൊ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇത് തുടങ്ങിയത് അതേപോലെ ആയിരിക്കും നിങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്ന 2 പേരോട് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറയുകയാണ്. അപ്പൊ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും 3000. ഇപ്പൊ തന്നെ നിങ്ങൾ 4 പേരായി, 12,000 പോയിന്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പോയിന്റ് വരുന്നത്. ദെൻ ബി എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തിനെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാളാണ്, ആളെ കൊണ്ടുവന്നു. അയാളുടെ അടുത്ത ഒരു സുഹൃത്തിനോട് ഇത് കാര്യം പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ 6 വ്യക്തികളെ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് അസ്യൂം ചെയ്യും. ഇവിടെ നിങ്ങൾ കാണുന്നത് ABCDEF 6 പേരാണ്. നിങ്ങൾ കൂട്ടി 7 പേര്. അവർ വഴി വന്ന മറ്റ് അസോസിയേറ്റ്സ് 8 പേരുണ്ട്. അപ്പൊ 8 6 14 1 15. അങ്ങനെ നിങ്ങൾ 15 പേര് 3000 പോയിന്റ് വീതം, അതായത് 10,000 രൂപയുടെ സാധനങ്ങൾ അവർ വാങ്ങിക്കുമ്പോൾ
45,000 പോയിന്റ് വരും. 45,000 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഒരാൾ സ്റ്റാർ ഏജന്റ് ആവും DXN. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരണമെന്നില്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് 15 പേര് ഇതേപോലെ 14 പേര് ഇതേപോലെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഒരാളെ വന്നുള്ളൂ. ഇപ്പൊ എ മാത്രം വന്നിട്ടുള്ളൂ. എയുടെ താഴെ മാത്രം ഒരു 14 പേര് വന്നു എന്ന് വിചാരിക്കുക, അല്ലെ 13 പേര് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 13 പേരും എ എന്ന് പറയുന്ന ആള് 14 പേരും നിങ്ങളും കൂടി കൂട്ടി 15 പേര് 3000 പോയിന്റ് വീതം 45,000 പോയിന്റ് ആയി. ഇതെല്ലാം തുടക്കം തന്നെ നമ്മൾ ചെയ്ത് വരുന്നതാണ് വരുമാനം ഉണ്ടാക്കാൻ നല്ലത്. ഒരു 10,000 രൂപ നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 10,000 രൂപ വിലയുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വീട്ടിലുണ്ടാവും. കൂടാതെ ഒരു 10,000 രൂപ DXന്റെ ഇൻകവും കിട്ടും. അപ്പൊ 20,000 രൂപയുടെ അസറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതാണ് DXന്റെ യുവർ എ ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആകുന്നു. DXന്റെ മനോഹരമായ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് 45,000 പോയിന്റ് ആണ്. അങ്ങനെ 45,000 പോയിന്റ് കൊടുക്കാൻ പറ്റിയ 6 പേര് നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ 6 പേര് നിങ്ങളുടെ കൂടെ എന്ന് കംപ്ലീറ്റ് ആകുന്നു അന്ന് നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ആകുന്നു. നിങ്ങളുടെ ഇൻകം വന്നിട്ട് ഏതാണ്ട് 2,70,000 നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാവും. നിങ്ങൾ ഒരു സ്റ്റാർ ഡയമണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യും. ട്രാവൽ ഇൻസെന്റീവ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏകദേശം ഒരു 50,000 രൂപ നിങ്ങൾക്ക് മാസ വരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് എന്ന് നിങ്ങളെ വിളിക്കും. ആ സമയത്ത് നിങ്ങളുടെ എയും ബിയും സിയും ഡിയും ഇയും എഫും ഈ 6 പേരും ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആയിട്ടുണ്ടാവും. അവർക്ക് 10,000 രൂപ വരുമാനം കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾക്ക് 50,000 കിട്ടുള്ളൂ. ഒരു വിൻ വിൻ സിറ്റുവേഷൻ. ഇതിന് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പോട് കൂടി ഞാൻ ഇത് അവസാനിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കൊടുത്തത് 2,73,000 അങ്ങനെ എടുക്കാൻ പറ്റിയ 6 ഗ്രൂപ്പുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ആ ഒരു അസംഷൻ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം, അതായത് നിങ്ങൾക്ക് ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് ഒരു 15,000 രൂപയും ഓവർസീസ് ട്രിപ്പ് ഇൻസെന്റീവ് 1,20,000, കമ്മീഷൻ 1,64,000 എല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ ഇൻകം എത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 6 ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് ഉണ്ടാവും. അവർക്ക് 50,000 വെച്ച് കിട്ടിയിട്ടുണ്ടാവും. 36 ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ഉണ്ടാവും. അവർക്ക് 10,000 വെച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തർ വിൻ ചെയ്ത് അവർക്ക് വരുമാനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വരുമാനം ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ട്രിപ്പിൾ ഡയമണ്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ DXNൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി 3 പേരെ നിങ്ങൾക്കുള്ളു. അപ്പോൾ നിങ്ങൾ സ്റ്റാർ റൂബി എന്ന് വിളിക്കും. എയും ബിയും സിയും ഉള്ളു. അവർ 60,000 പോയിന്റ് എന്ന് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഒരു 10,000 ഇൻസെന്റീവ് കിട്ടുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ സ്റ്റാർ റൂബി ആയിട്ട് 43,000 രൂപയാണ് വാങ്ങിച്ചത് ഒരു മാസ കമ്മീഷൻ. ദെൻ ഇത് നിങ്ങളുടെ എയും ബിയും സിയും ഡിയും ഇയും നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള 5 പേര്, അവർക്ക് ടെലിഫോൺ, അവർക്ക് ഫോൺ ഇൻസെന്റീവ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നിങ്ങൾക്ക് കിട്ടുന്നത് 1,20,000. നിങ്ങളുടെ ചുറ്റും 6 സ്റ്റാർ ഏജന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയമണ്ട് ആവും. ആ 6 പേരെയും നിങ്ങൾ ഡയമണ്ട് ആക്കിയാൽ നിങ്ങൾ ട്രിപ്പിൾ ഡയമണ്ട് ആവും. അതുകൂടാതെ നിങ്ങൾ ഇങ്ങനെ വരികയും നിങ്ങളുടെ 1ാമത്തെ ആളെ നിങ്ങൾ ഡയമണ്ട് ആക്കുകയും 2ാമത്തെ ആളെ ഡയമണ്ട് ആക്കുന്നു. ആ നീല നിറത്തിൽ കാണുന്ന ചുറ്റും കാണുന്ന ചെറിയ ചെറിയ വൃത്തം എന്ന് പറയുന്നത് സ്റ്റാർ ഏജന്റ്സ് ആണ്. അങ്ങനെ നിങ്ങൾ ഈ 12 പേരാക്കി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 13, 14 അങ്ങനെ കയറി നമ്മൾ ഒരു 20 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് 120 സ്റ്റാർ ഏജന്റ്സ് വരികയും 20 ഡയമണ്ട്സ് വരികയും അങ്ങനെ 140 പേര് ടോട്ടൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങൾ ക്രൗൺ അംബാസഡർ ആകുന്നു. നിങ്ങൾ വാങ്ങിക്കുന്ന വരുമാനം ഇന്നിപ്പോ പലരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 1 കോടി 2 കോടി ആ ഒരു നിലവാരത്തിലേക്ക് അതിന്റെ ഇൻകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലെ വലിയൊരു ഇൻകത്തിലേക്ക് DXN കമ്പനികളോട് കടന്നു വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എൻ്റെ എല്ലാ DXN സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇത് കേട്ടിട്ട് നിങ്ങൾ അടുത്ത ട്രെയിനിങ്ങിന് കേൾക്കണം, അടുത്ത ട്രെയിനിങ്ങിന് വരണം. അതായത് ഇതെങ്ങനെയാണ് ഈ പ്രൊഡക്റ്റുകൾ നമ്മളെ ആളുകളിലേക്ക് എത്തിക്കേണ്ടത്, അതിന്റെ ടെക്നിക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണം. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കണം. അതിന്റെ ഈ പറയുന്ന ഫലങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ്. സ്വന്തം അനുഭവം മറ്റുള്ളവർക്ക് നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആയതിനാൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ പുതിയ മെമ്പേഴ്സ് ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം.
നിങ്ങൾ ഇനി അടുത്തത് അറ്റൻഡ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മൾ അത്യാവശ്യം ഒരു 5 6 10 പ്രോഡക്റ്റുകൾ മാക്സിമം എടുക്കുക. ഒരു 500 രൂപയ്ക്ക് താഴെ വരുന്ന പ്രോഡക്റ്റുകൾ മാത്രം എടുത്തിട്ട് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു പാക്കേജ് ഉണ്ടാക്കുക. ആ പാക്കേജ് ഉണ്ടാക്കി നമുക്ക് എങ്ങനെ ഒരു 1-2 വർഷത്തിനുള്ളിൽ ഒരു 3-4 ലക്ഷം രൂപ ഒരു മാസം വരുമാനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ലീഡേഴ്സുമായിട്ട് ഇരിക്കുക. അതിന് എല്ലാ ഏരിയകളിലും പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് എല്ലാം പങ്കെടുക്കുക. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. DXNലേക്ക് എല്ലാവരെയും പുതിയ മെമ്പേഴ്സിനെ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത MHMS വീണ്ടും കാണാം. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.